നമസ്കാരം. എല്ലാവർക്കും അസ്ട്രോ മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ദശാകാലങ്ങളിൽ ആദിത്യ ദശാകാലത്തെക്കുറിച്ചാണ്. ആദിത്യ ദശാകാലം 6 വർഷക്കാലമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരുടെ നക്ഷത്രദശ തുടങ്ങുന്നത് ആദിത്യ ദശയിലാണ്. ഗ്രഹനിലയിൽ സൂര്യൻ അനുകൂലനായി ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹ ദൃഷ്ടിയോടും ബലവാനായി നിൽക്കുന്നുവെങ്കിൽ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ക്രൂരത കൊണ്ടും സഞ്ചാരം കൊണ്ടും കലഹം കൊണ്ടും ഇക്കാലത്ത് പ്രയോജനമുണ്ടാവും. സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടാവും. നല്ല പ്രസിദ്ധി നേടുന്ന കാലമായിരിക്കും. ഊർജ്ജസ്വലതയും തീക്ഷ്ണ സ്വഭാവവും പ്രവൃത്തികളിൽ നല്ല താല്പര്യവും ഇക്കാലത്ത് ഉണ്ടാവും. ധനധാന്യ വർധനവ്, കുടുംബസുഖം എന്നിവ അനുഭവപ്പെടും. ഐശ്വര്യവും യശസ്സും ഉയർച്ചയും ഉണ്ടാവും. പൊതുപ്രവർത്തന രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും താല്പര്യം വർദ്ധിക്കാനും അതിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സാധ്യതകൾ ഉണ്ടായിരിക്കും. കേസ് വഴക്കുകളിൽ വിജയിക്കുവാൻ ഇക്കാലത്ത് സാധിക്കുന്നതാണ്. വിദേശയാത്ര, വിദേശ ജോലി ഇവയ്ക്കുള്ള സാധ്യതയും ഉണ്ടാവുന്നതാണ്. ഉന്നത സ്ഥാനമാനങ്ങൾ, പ്രമോഷൻ ഇവ ഇക്കാലത്ത് അനുഭവത്തിൽ വരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവിൽ അനുകൂലമായ ഒരു നല്ല കാലമായിരിക്കും. എന്നാൽ സൂര്യൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികളോടെ ഫലം കുറഞ്ഞു നിൽക്കുകയോ ചെയ്താൽ വിപരീത ഫലങ്ങൾ അനുഭവത്തിൽ വരാം. യാത്രകളിൽ ഉണ്ടാവുന്ന അലച്ചിൽ, തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള കലഹങ്ങൾ, നേത്ര സംബന്ധമായ അസുഖങ്ങൾ, ശിരോരോഗങ്ങൾ, അസ്ഥി സംബന്ധമായും ഹൃദയ സംബന്ധമായും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അഗ്നിയാലും ആയുധത്താലും ഉണ്ടാവുന്ന അപകടങ്ങൾ, മുറിവ്, ചതവ് ഇവ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പരിഹാരമായി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ സൂര്യന് ഓറഞ്ച് നിറമുള്ള പട്ട് സമർപ്പിക്കുകയും നവധാന്യങ്ങളിൽ ഗോതമ്പ് ദാനം ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനവും പഞ്ചാക്ഷരി മന്ത്രജപവും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ പ്രോത്സാഹനങ്ങൾ നൽകുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക.